പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു യുദ്ധഭൂമി പോലെ അനുഭവപ്പെടുന്നില്ലേ? പ്രശ്നങ്ങൾ നമ്മെ ആക്രമിക്കുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, പ്രതീക്ഷ കുറയുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ ദൈവവചനം നമ്മെ മഹത്തായ ഒരു സത്യത്തിലേക്ക് വിളിക്കുന്നു. യഹോവ നിസ്സി, കർത്താവ് എൻ്റെ ജയം, കർത്താവ് എൻ്റെ കൊടി. ഇവിടെ ഇസ്രായേൽ ജനം അമാലേക്കിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു അത്ഭുതകരമായ ദൃശ്യമാണ് കാണുന്നത്. യുദ്ധം അവിടെ നടക്കുന്നു. മോശ മലമുകളിൽ നിൽക്കുന്നു. അവൻ തൻ്റെ കൈകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അവൻ ക്ഷീണിച്ച് കൈകൾ താഴ്ത്തുമ്പോൾ ശത്രുക്കൾ ശക്തിയാർജിക്കും. ഒടുവിൽ അഹറോനും ഹൂരും മോശയുടെ കൈകൾ താങ്ങി നിർത്തുന്നു. അങ്ങനെ ദൈവം തൻ്റെ ജനങ്ങൾക്ക് വിജയം നൽകുന്നു. അതിനുശേഷം മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി എന്ന് വിളിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു ആത്മീയ സത്യം, യുദ്ധം അത് നടന്നുവെങ്കിലും വിജയം മലമുകളിൽ തീരുമാനിക്കപ്പെട്ടു. അതായത് നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ പുറത്താണ് കാണുന്നത്, എന്നാൽ അതിൻ്റെ ഫലം നമ്മുടെ പ്രാർത്ഥനയുടെ ഉയരത്തിലാണ് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത്, പ്രാർത്ഥനയിൽ നിൽക്കുന്നവൻ യുദ്ധത്തിൽ വീഴുകയില്ല. മോശയുടെ ഉയർത്തിയ കൈകൾ പ്രാർത്ഥനയുടെ അടയാളമാണ്. പ്രാർത്ഥന മനുഷ്യന്റെ ദൗർബല്യത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ ഇറക്കി വരുത്തുന്ന മാർഗമാണ്. സെന്റ് എഫ്രൈം ഇതിനെ കൂടുതൽ ആഴത്തിൽ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോശയുടെ ഉയർന്ന കൈകൾ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ രൂപമാണ്. കാരണം ക്രൂശിൽ കൈകൾ വിരിച്ചു നിൽക്കുന്ന ക്രിസ്തുവിലൂടെ ലോകത്തിന് ജയം ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് ഉറപ്പായി പറയാം, നമ്മുടെ കൈകൾ പ്രാർത്ഥനയിൽ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നമ്മെ ഉയർത്തും. ജോൺ ബെനിയൻ്റെ പിൽഗ്രിം പ്രോഗ്രസ് എന്ന കൃതിയിൽ ക്രിസ്റ്റീൻ എന്ന കഥാപാത്രം ഒരു ഭീകരമായ യുദ്ധത്തിൽപ്പെടും. അവൻ തളർന്ന് വീഴാൻ പോകുന്ന സമയത്ത് അവൻ തൻ്റെ ആയുധങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയെ ആശ്രയിക്കുന്നു. അതിലൂടെ അവൻ വീണ്ടും ശക്തി പ്രാപിച്ച് ശത്രുവിനെ ജയിക്കുന്നു. ഈ കഥ ഒരു സത്യത്തിലേക്കല്ലേ നമ്മെ വഴി നടത്തുന്നത്. പ്രാർത്ഥനയില്ലാതെ പോരാടുന്നവൻ ക്ഷീണിക്കും, പ്രാർത്ഥനയോടെ പോരാടുന്നവൻ വിജയം പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അമാലേക്യർ ആരാണ്? രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ആത്മീയ ക്ഷീണമാകാം. എന്തും തന്നെ ആയാലും ഈ യുദ്ധങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പമുണ്ട്. എന്നാൽ അവൻ നമ്മോട് ഒരു കാര്യമാണ് ചോദിക്കുന്നത്, നിന്റെ കൈകൾ ഉയർത്തുക. നാം പലപ്പോഴും ക്ഷീണത്തിൽ കൈകൾ താഴ്ത്തുന്നു. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നാം പിന്നോട്ട് പോകുന്നു. പക്ഷേ വചനം ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമ്മുടെ കൊടിയാണ്. അവൻ നമ്മുടെ വിജയം ഉറപ്പാക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഉറച്ച മനസ്സോടെ പ്രഖ്യാപിക്കാം, പ്രാർത്ഥന ഉയരുമ്പോൾ ജയം അടുത്ത് തന്നെയുണ്ട്. ദൈവം നമ്മുടെ കൊടിയാകിയാൽ തോൽവി നമുക്കില്ല. കൈകൾ ഉയർത്തുക, കാരണം ജയം ദൈവത്തിൻ്റെയാണ്. അതിനാൽ ഇന്നും നാം ഒരു ആത്മീയ തീരുമാനമെടുക്കാം. നമ്മുടെ യുദ്ധങ്ങളെ നമ്മുടെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ജയിക്കാം. മോശയെ പോലെ നമ്മുടെ കൈകളെ നമുക്ക് ഉയർത്താം. യഹോവ നിസ്സി, കർത്താവ് നമ്മുടെ ജയം എന്ന വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളിലും നീ ഞങ്ങളുടെ കൊടിയായിരിക്കണമേ. ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ ഞങ്ങളുടെ കൈകൾ നീ താങ്ങണമേ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ജയത്തിലൂടെ ഞങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളിലും ജയം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.